അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് അബ്ദുൽ ഹമീദ്. ഞാനിവിടെ പുതിയ ആളുകളുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും അറിയിക്കുകയാണ്. ഇവിടെ ബിസ്മിയിൽ ഒരു 5 വർഷമായി ഇവിടെ വന്ന് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയുന്നത് പോലെ യത്തീം, അതായത് ഓർഫൻ കുട്ടികളുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ചെറിയൊരു ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോഴും ഓർക്കുന്നത്, കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി, ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കാൻ കാരണം ഞാൻ ഇന്നത് മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. സ്കൂളിൽ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അന്ന് ലാസ്റ്റ് ക്ലോസിങ് ഡേറ്റ് ആണ്. അപ്പം അന്ന് സ്കൂളിൽ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഫോണ് വന്നു, ഒരു കുട്ടിയുടെ, ഒരു 5-ാം ക്ലാസ് 5 വയസ്സുള്ള കുട്ടിയാണ്. എന്നിട്ട് അവൻ ഫോണിലൂടെ പറഞ്ഞത്, മാഷെ എൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മാഷൊന്ന് വരുമോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കുട്ടിയുടെ സ്വരം കുറച്ച് ഓർത്തെടുത്തപ്പോൾ മനസ്സിലായി നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയാണ്, 5 വയസ്സുള്ള കുട്ടിയാണ് അവന്. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ വീട് മഞ്ചേരിയിൽ നിന്ന് കുറേ കിലോമീറ്ററുകൾ അപ്പുറത്താണ് പറഞ്ഞ സ്ഥലം. പിന്നെ വരുമോയെന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയാൻ പറ്റില്ല, കുട്ടിയാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഏതായാലും പിറ്റേന്ന് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ചെറിയ മോളെയും കൂട്ടി അവിടേക്ക് ചെന്നു. അതിന് പറ്റിയ രൂപത്തിൽ ചെറിയ സന്തോഷങ്ങളൊക്കെ നൽകിക്കൊണ്ട് തിരിച്ച് അവിടുന്ന് പോന്നു. ഏതായാലും വലിയ എന്താ പറയുക, ചെന്നപ്പോൾ അവനുണ്ടായിരുന്ന ആ സന്തോഷം ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഏതായാലും അത് കഴിഞ്ഞ് ഒരു മാസം, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിവിടെ നമ്മൾ ക്ലാസ് നിൽക്കുമ്പോഴുണ്ട് ഈ കുട്ടി നമ്മളെ എന്താ പറയുക മുറിവൊക്കെ ഉണങ്ങി ഒരു വെള്ള തുണിയും വെള്ള കുപ്പായും ഇട്ടുകൊണ്ട് നമ്മളെ ക്ലാസ്സിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവനെ സ്വീകരിച്ചിരുത്തി, കാരണം എന്തൊക്കെ കഴിഞ്ഞ് വന്നതല്ല. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞും ചെയ്ത്, നല്ല അവൻ ഇങ്ങനെ ഒരു സുന്നത്ത് കല്യാണം കഴിഞ്ഞ് വന്ന നമ്മുടെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടിയോട് പരിചയപ്പെടുത്തി. ഏതായാലും അത് കഴിഞ്ഞ് അന്ന് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. ആ സമയത്ത് ഈ കുട്ടി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അത് ക്ലാസ് എടുത്തുകൊണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, മാഷെ എന്നെ ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, പള്ളിയിലേക്ക് എന്താ മോൻ ഉദ്ദേശിച്ചു ചോദിച്ചു. ഇന്നപ്പോൾ ലോഹർ ബാങ്ക് കൊടുക്കുമല്ലോ, അപ്പോൾ ഇന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടു നോക്കണം, നിങ്ങൾ 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോനെ, നമ്മൾ പോയല്ലോ, പ്രശ്നം ചെല്ലോ പറഞ്ഞു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഒരു 11:45 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഉമ്മ അവിടെ പുറത്ത് നിൽക്കണം. ഉമ്മനോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകരുത്, എന്നോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അപ്പോൾ ഉമ്മ പറഞ്ഞായിക്കോട്ടെ, ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ മാഷുവാനും കൊണ്ടുവന്ന് പോയിക്കോളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ബാങ്ക് കൊടുത്ത് അവനെയും കൊണ്ട് പള്ളിയിലേക്ക് പോയി. എൻ്റെ കയ്യും പിടിച്ച് റോട്ടിലൂടെ താഴത്തോട്ട് അങ്ങനെ പള്ളിയിൽ ഈ കുറഞ്ഞൊരു സ്ഥലത്തൂടെ പോരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഒരു സുജായി നടക്കുന്ന പോലെ എൻ്റെ വിരലും പിടിച്ച് അവനങ്ങനെ നടക്കുക പള്ളിയിൽ. കാരണം അവൻ്റെ ഉപ്പനെ കിട്ടിയ പാതിലുള്ള ഒരു എന്താ പറയുക, ഒരു ത്രില്ലിലാണ് അവൻ എൻ്റെ വിരൽ പിടിച്ചത്. അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് ഞാൻ അവന് കാലൊക്കെ കാണിച്ചു കൊടുത്ത് കഴുകി വന്നിട്ട് ഓല് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് കഴിഞ്ഞിട്ട് വിരൽ വിടുന്നില്ല, പലപ്പോഴും വിരൽ വിടാതെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഞാൻ പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തി നമസ്കരിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോന് ഉപ്പയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. എൻ്റെ ഉപ്പച്ചി എനിക്കറിയില്ല, മോന് ഖബറിൽ കിടക്കുകയാണ്, ഉപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം കുട്ടികളാകുമ്പോൾ നന്മകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അവസരങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും മോനെ, ഉമ്മക്കും പ്രാർത്ഥിക്ക്, പറ്റുമെങ്കിൽ നമ്മളെ ബിസ്മിക്കും ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കേണ്ടി പറഞ്ഞു. കുട്ടി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കുട്ടി, ചെറിയ പൈതല. ഞാൻ പിന്നെ മതി എന്ന് പറയാൻ, കാരണം കുട്ടി നിർത്തുന്നില്ല. അപ്പം എന്താ പിന്നെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവനെ തോണ്ടി നമ്മൾ പോവില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അവനും കണ്ട അതേ സന്തോഷത്തിൽ വരികയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ആ ടേണിങ്ങിൽ എത്തിയിട്ടുണ്ടാവും, ആ വണ്ടി നിർത്തുന്ന ടേണിങ്, അവിടുന്ന് ഞങ്ങൾ കാണുന്നത് അവൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് അവൻ്റെ ഉമ്മ ഉണ്ട് പൊട്ടിക്കരണ രംഗം ഞാൻ കണ്ട്. അതായത് ഇന്നും എൻ്റെ മനസ്സിൽ, അത് ഞാൻ പറഞ്ഞു മാർച്ച് 30 എന്ന് പറഞ്ഞ ഡേറ്റ് ഒന്നും മനസ്സിൽ നിന്ന് പോയിരുന്നില്ല എന്നുള്ളത്. ആ കുട്ടീനെ കയ്യും പിടിച്ച് ഞാനിങ്ങനെ നടന്നു വരിക, ആ കുട്ടിയോടെ ഒന്ന് അവൻ്റെ ഉമ്മയാണ് പൊട്ടിക്കരയുക. ഇത് കണ്ട ഞാനും അവനും ഞാനും കൂടി അടുത്തേക്ക് എത്തിയപ്പോൾ ആ കുട്ടി എൻ്റെ കയ്യിൽ പെട്ടെന്ന് വിട്ട്. എന്നിട്ട് ചോദിക്കുക, ഉമ്മ എന്തിനാ ഉമ്മ കരയണത്, എൻ്റെ അമ്മ കരയണ, എൻ്റെ അമ്മ കരയണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ പോരുള്ളൂ. ആ സഹോദരന്മാർ വിങ്ങിപ്പൊട്ടി ഉത്തരം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ഒരു ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ വിരലും പിടിച്ച് പള്ളിയിൽ കൊണ്ടാനും വരാനും ഉണ്ടാവുമായിരുന്നല്ലോ. ആ ഉമ്മ എന്നോടൊന്നും പറഞ്ഞു, കൊണ്ടാണ് പോണ പോക്കിൽ കാക്ക ഉണ്ട് അവിടെ നിന്നിട്ട് വരുന്നത്. കാക്ക ചോദിച്ചു എന്താ കാര്യം, ആ പേടി സ്ത്രീ കരഞ്ഞു പോകല്ലോ. അപ്പോൾ കാക്ക ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ കാക്ക അതാണ് പിന്നെ കുട്ടീനെ ഞാൻ പള്ളിയിൽ പോയി, അത് പറഞ്ഞ് അവിടുന്ന് വിട്ടുന്ന് കണ്ടപ്പോൾ. അപ്പോൾ കാക്കയുടെ കണ്ണും നിറഞ്ഞ് ഒന്നും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംഭവം ഇന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഒരു കുട്ടി, നമ്മുടെയൊക്കെ ഉപ്പല്ലാത്ത കുട്ടിയുടെ വേദന എന്താണ് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 4-5
സഹോദരങ്ങൾ അവിടുത്തെ ക്ലാസ്സിനെ പരിചയപ്പെടാൻ വന്നിരുന്നു. ബിസ്മി പരിചയപ്പെടാൻ വന്ന സമയത്ത് അവർ അവിടേക്കും വന്ന്. എന്നിട്ട് എന്നോട് ഞങ്ങളോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെ അപ്പം ആരെ വന്നതെന്ന് എനിക്കറിയില്ല, നമ്മളെ പ്രവർത്തനമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പം പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത്, അവിടെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ, ഒരു 9-10 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളോട് പറഞ്ഞു, മോളൊന്ന് വാ, നമ്മൾ ഇവിടെ നടക്കുന്നത് മാഷ് പറഞ്ഞിട്ട് നല്ല കുട്ടി പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞു. അത് കുട്ടി വളരെ സ്മാർട്ടായ കുട്ടിയാണ്. അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് മൈക്ക് കൊടുത്ത് കുട്ടി എന്ത് ചെയ്ത് പറയാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ പറയാൻ തുടങ്ങി. ഇവിടെ വന്നേരാണ് ഞങ്ങൾക്ക് ബാഗ് കിട്ടാൻ തുടങ്ങിയത്, ഇവിടെ വന്നേരെ കൊട കിട്ടി, ഇവിടെ വന്നേരെ യൂണിഫോം കിട്ടി, ഇവിടെ വന്നേരെ ഞങ്ങൾക്ക് നോമ്പിന് ഭക്ഷണം കിട്ടി. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊരു അഭിമാനത്തിൽ, കാരണം ഇങ്ങനെ ഇവർ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയാണ് എൻ്റെ ഒരൊറ്റ കരച്ചിൽ. വളരെ പൊട്ടിയാണ് കരയാൻ തുടങ്ങി. എന്താണെന്ന് മനസ്സിലായി. അതിൽ പിന്നെ ആ കുട്ടി പറഞ്ഞ ഒരു വർത്താനം, അത് അവിടെയുള്ള ഇന്നും ഓർക്കും, നമ്മളെ കുറേ പ്രവർത്തകരുണ്ട്, അവരൊക്കെ തകർന്നു പോയൊരു വർത്താനായിരുന്നു. ആ കുട്ടി പറഞ്ഞതാണ്, ഇവിടെ വന്നാലാണ് എനിക്കൊരു ഉപ്പച്ചിനെ കിട്ടിയത്. സഹോദരന്മാരെ നാലിച്ച് വലിയൊരു എന്താ പറയുക, ഒരു ഉപ്പാണ് കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് സഹോദരന്മാർ ആ റോൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഈ ഉപ്പില്ലാത്ത കുട്ടീൻ്റെ വിഷമം നമുക്ക് അറിയില്ല എത്രത്തോളം ഇവരൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉപ്പില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ, ഉമ്മല്ലാത്ത വീട്ടിൽ കണ്ട് കാര്യം ചെല്ലും ഉമ്മ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട്, അത് എനിക്കില്ല. അപ്പം ഞാൻ പറയാം, പക്ഷെ അതും ഇത്രയും വയസ്സായി എനിക്കത് സങ്കടം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൈതൽ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ആലോചിച്ച സഹോദരന്മാർ, അവർക്ക് ഈ ലോകത്ത് എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ പൈസ കൊടുത്താൽ. ഇവിടെ കാതറാക്ക പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചിലത് മാഞ്ഞു പോലെ. കാതറാക്ക പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഒന്നും അത് ഓർക്കുന്നുണ്ട്. അതായത് ഏതൊരു കുട്ടി അവിടെ താഴത്ത് വന്നാണ്ട് ഒരു സദാസമയത്ത് ഉപ്പാനെ ചോദിക്കുക. കുട്ടി സദാസമയത്ത് ഉപ്പാനെ ചോദിക്കുന്ന ഒരു അവസ്ഥ കാതറാക്കോടെ പറയും. ആരും ഓർത്തിട്ടുണ്ടോന്നറിയില്ല. ആ കുട്ടി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ ഉമ്മ കുട്ടീനെയും പിടിച്ച് നിൽക്കുമ്പോൾ കുട്ടി അവിടെ നിന്നാണ് പറഞ്ഞ ഒരു ഡയലോഗാണ് ഇത്ര, എന്ത്, ഉമ്മ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഉമ്മ, ഇവിടെ എവിടെയെങ്കിലും ഉപ്പച്ചി ഉണ്ടോ എന്ന് നോക്ക്. സഹോദരന്മാർ നാലോചിച്ച് എന്താണ് വർത്താനം, ഉപ്പച്ചി ഇവിടെ എവിടെയെങ്കിലും. ആ കുട്ടി എത്രത്തോളം ഉപ്പാനെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കി. രാത്രി 10 മണിയാകുമ്പോൾ ലൈറ്റ് കെടുക്കാൻ സമ്മതിക്കാത്ത കുട്ടി എന്താ പറഞ്ഞ കുട്ടി, ഉമ്മ ഉപ്പ വരാൻ സാധ്യത ഉണ്ടാവുമ്പോ ലൈറ്റ് കെടുക്കല്ലിമ്മ. സഹോദരന്മാരെ നമ്മളൊക്കെ ഒന്ന് ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലായി. കാരണം ഉപ്പുണ്ട്, നമുക്ക് ഉമ്മുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് വലിയ വിഷയമാണ്. ഇവിടെ വന്നാലാണ് ഒരു യത്തീമിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞത്. അപ്പോൾ അവരോട് അടുത്ത് നിൽക്കുമ്പോൾ അവർ ഒന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പം പണം വാരിക്കൊരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തും കൊടുക്കാൻ കഴിയും. പക്ഷെ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ഉപ്പാൻ്റെ റോളാണ്. നമ്മുടെ ഇവിടെ ബിസ്മി തന്നെ വരണമെന്നില്ല, അയൽപ്പക്കത്ത് ഉള്ള കുട്ടിയാണെങ്കിൽ അതിനൊന്ന് കൊണ്ടുപോയിട്ട് ഞാൻ വന്ന ആ സമയത്ത് ഇന്ന് ഓർക്കേണ്ട കാക്ക പറഞ്ഞ ഒരു സംഭവം അത് ഞാൻ, അതായത് കാക്ക ഇവിടെ പറഞ്ഞ ഒരു വീട്ടിൽ ഒരു ഓർഫൻ കുട്ടിക്ക് പെരുന്നാളിന് ഡ്രസ്സ് കൊണ്ടെടുത്തപ്പോൾ ആ ഡ്രസ്സ് കയ്യിൽ കിട്ടിയിട്ട് ആ ഉമ്മയും കുട്ടിയാണ് പൊട്ടിക്കരയും, സന്തോഷം കൊണ്ട് കരയാണ്. അങ്ങനെ കാക്ക പറയാണ്, ഞാൻ ഇപ്പോഴും കാക്ക പറഞ്ഞ അനുഭവമാണ്. ആ കുട്ടി പൊട്ടിക്കരയാണ്, അമ്മയും കരയാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ രാത്രി കാക്ക എന്ത് ചെയ്ത് ആ സന്തോഷം അറിയാൻ വേണ്ടി പെരുന്നാൾ രാത്രി ഒന്നും കൂടി വിളിച്ച്, അതായത് അവസ്ഥ എന്താണ്. അപ്പോൾ ഉമ്മ പറയാണ് ഇത്ര, കാക്ക ഓന് അലമാര തുറക്കലും പൂട്ടലും ഇതാണ് ഇപ്പോൾ അവൻ്റെ പണി. അതായത് നാളെ പെരുന്നാളാണല്ലോ, അന്നേരം ഇടാനുള്ള കുപ്പായം കണ്ടാണ്ട് അതിനുള്ള സന്തോഷം അവന് പൂതിയാക്കടാനോ അങ്ങോട്ട് തുറക്കാൻ അടക്കുക എന്നാണ്. അത് കഴിഞ്ഞ് കാക്കൻ്റെ പെരുന്നാൾ ദിവസം രാത്രി വിളിച്ചപ്പോൾ സഹോദരന്മാരെ അന്നേരം ഉമ്മ പൊട്ടിക്കരയാണ്. എന്താ വർത്താനം വേണം. അപ്പം എന്താ സംഭവം, അതിരാവിലെ ഈ കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. കുട്ടി നേരത്തെ എഴുന്നേറ്റു, എണ്ണ തേച്ചു. പെരുന്നാളാകുമ്പോൾ നമുക്കറിയാം എണ്ണ തേച്ചു, ഉമ്മച്ചി എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടി ആ ഡ്രസ്സ് മാറ്റി കാത്തിരിക്കാണ് പള്ളിയിലേക്ക് പോവാൻ. അതിൻ്റെ തൊട്ട് വർഷം മുമ്പ് വരെ കുട്ടിക്ക് എന്തുണ്ടായിരുന്നു, ഒരു വിരൽ കിട്ടിയിരുന്നു പള്ളിയിലേക്ക് പിടിക്കാൻ. പക്ഷെ അന്ന് ആ കുട്ടി 9:30-10 മണി വരെ കാത്തു നിന്നിട്ട് ഒരു വിരൽ കിട്ടിയില്ല. ആ കുട്ടിക്ക് കുട്ടിയാണ് പള്ളിയിൽ പോയിട്ടില്ല എന്നർത്ഥം. അന്ന് ആലോചിച്ച് നോക്കി. കാക്ക പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ വാർത്ത. അതെ തൊട്ടപ്പുറത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ടാവില്ലേ, ഒരാലോചിച്ചൊക്കെ ഇന്നോവ ഉള്ളവരും മറ്റുള്ള എല്ലാ വണ്ടിയുള്ളവരും ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. ഇവർക്ക് അറിയില്ല, ഒരാരും കുറ്റപ്പെടുത്താൻ അറിയില്ല എന്താണ് ഒരു യത്തീമിൻ്റെ വേദന. മക്കൾ ആലോചിക്കുക. എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വന്തം മക്കളെ താലോലിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ OV വിജയൻ ഞാൻ പറഞ്ഞ ആ ഒരു വാക്കുണ്ട്, അത് ഞാൻ പലപ്പോഴും പറയാം. OV വിജയൻ പറഞ്ഞൊരു വർത്താനുണ്ട്, അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകനേക്കാൾ നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. സഹോദരന്മാർ ആലോചിക്കുകയും എന്താണ് ആ ഡയലോഗ്, എത്ര വലിയൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു വാക്ക് പ്രവാചകൻ കൊടുപ്പതാണ്. കാരണം ഞാൻ പറഞ്ഞത്, ഉമ്മ 6ാമത്തെ വയസ്സ് നഷ്ടപ്പെട്ടൊരു കുട്ടി, അതുപോലെ തന്നെ വാപ്പാനെ കാണാത്തൊരു കുട്ടി, വാപ്പാനെ കണ്ടിട്ടില്ല. ആ കുട്ടി കണ്ടിട്ടുണ്ടാവും എന്ത്, പലരും മക്കളെ വാപ്പ സ്നേഹിക്കുന്നത് താലോലിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ആ പ്രവാചകൻ.
അതായിരിക്കാം ഒരു പ്രവാചകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞത്, സ്വന്തം അനാഥ കുട്ടികളുടെ എത്തിയ മക്കളെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം കുട്ടികളെ താലോലിക്കരുത്, നിങ്ങൾ ഉമ്മ കൊടുക്കരുത്, സ്നേഹിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനേക്കാൾ നല്ല ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മലയാളത്തിൽ എഴുത്തുകാരനെ OV വിജയൻ പറഞ്ഞ വാക്കാണ്. നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇതാണ് അവസ്ഥ. എത്തിയും കുട്ടികളുടെ അവസ്ഥ നമുക്ക് അറിയില്ല. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് ചില കുട്ടികളെ ഇടക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകും വെറുതെ. എന്താ ഒരു പത്രാസ് അറിയോ, ഒരു സുജായി പോണ മാതിരി. അപ്പോൾ ഹോട്ടലിൽ വന്നാലും അങ്ങനെ വന്നിട്ട് ആ ടേബിളിൽ ഇരിക്കലും ഓരോ ചായ വേണമെന്ന് വെറുതെ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ കുട്ടികളും ഉണ്ടാവില്ലല്ലോ. ചെറിയ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ കാരണം ഒരു ഉപ്പുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു വലിയ പെൺകുട്ടി 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഉമ്മ അങ്ങോട്ട് പോകണം, ഉമ്മനെ പിടിച്ച് ഇങ്ങോട്ട് വരിക്കണം. ഇങ്ങനെ വരും, ഉമ്മ അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. ഇതിങ്ങനെ നിസ്കാരം കഴിഞ്ഞാണ്ട് വരിക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല അറിഞ്ഞു. അപ്പോൾ കുട്ടിയും അറിയണ്ട്, ഉമ്മ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താ, ഓക്കൊരു ബാഗ് വേണം. അതായത് ബാഗ് കീറിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവൾ പറഞ്ഞത് കാക്കാനോടൊന്ന് ചോദിച്ചു നോക്കി, അപ്പോൾ ഒരു ബാഗ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരികയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ നേരെ കുട്ടീൻ്റെ കാക്കാൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞാൽ നമുക്കൊരു അത്താണി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം ഉള്ളതുകൊണ്ടൊക്കെ അല്ലേ കാക്കാനോട് പറയും. കാക്ക ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്, ഈ കുട്ടി അവിടെ നിന്ന് ഒരു ബാഗ് വേണം പറയാൻ. കാക്ക ഒന്നും പറഞ്ഞില്ല. മാഷ് വേഗം പോയിട്ട് എടുത്തു കൊടുക്കുക, അവിടെ ബാഗ് മുകളിൽ ഉണ്ടാവും, ബാഗ് അവിടെ നിന്ന് എടുത്തു കൊടുത്താളാണ്. ഇത് ആ ബാഗിൽ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായൊരു സന്തോഷം. പറഞ്ഞെന്താ വെച്ചാൽ ബാപ്പുണ്ട് ഇതൊന്നും പറയില്ലല്ലോ. ബാപ്പുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും പറയും. ബാപ്പാനോടല്ലേ പറയുള്ളൂ നമ്മൾ ബാഗും കോടയും ചെരുപ്പൊക്കെ. സഹോദരന്മാരെ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷമം നമ്മൾ അറിയണം. ഒരു വാപ്പല്ലാത്ത കുട്ടിയുടെ വിഷമം എത്രയാണെന്നുള്ളത് ഞാൻ ഒറ്റ കാര്യോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ വന്നിട്ടില്ല. അത് നമ്മൾ മരണത്തിൻ്റെ വില കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ശനിയാഴ്ച രാത്രി ഒരു 1:30 മണിയൊക്കെ കാണും ഒരു ഫോണ് വരികയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. മാഷെ ഹമീദ എൻ്റെ പെണ്ണ് പോയി എന്ന് പറഞ്ഞിട്ട് കരയാണ്. ഈ സഹോദരൻ അതും പറയും കരയുക, എൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട്. ഈ മയ്യത്ത് എന്താ ഞാൻ കാട്ടുന്നത് എന്നോട് ചോദിക്കുക. അപ്പോൾ സംഭവം മൂപ്പര വീട്ടിൽ നിന്ന് പറഞ്ഞ ആര് പോയി, ഞാനിത് എന്താ കാട്ടുന്നത്. അപ്പോൾ എന്ത് മാസ്റ്റർ ചോദിച്ചമാർ എൻ്റെ 3 മക്കൾ ഉറങ്ങുകയാണ്, ഞാൻ ഓരോ മുന്നിൽ ഇതെങ്ങനെ കൊണ്ടുപോകാന്ന്. ഇവിടെ അടുത്തെവിടെയെങ്കിലാണെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് നോക്കാം. മക്കൾ ഞാൻ പറഞ്ഞത് ബസ്സിലൊക്കെ ആണെങ്കിലും. പക്ഷെ ഇത് അങ്ങോട്ട് ഞാൻ പറഞ്ഞ് എന്താ ചെയ്യേണ്ട മാസ്റ്റർ, ഞാൻ അങ്ങോട്ട് വരണം. അല്ല ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. എന്തായാലും സുബൈസ് കഴിച്ച് രാവിലെ 6 മണിക്ക് തന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയി. ഞാൻ അപ്പോഴേക്കും എൻ്റെ സ്കൂളിൽ 2 സഹോദരന്മാർ വന്ന് ഞങ്ങളവിടുന്ന് ഇപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറ്റൊരു വർത്തമാനം അതും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അദ്ദേഹം പറയുകയാണ് അവിടെ നിന്നാണ്ട്, അമിത എൻ്റെ ചെറിയ മോള് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഓൾ നീച്ചിട്ടില്ല, ഓളിപ്പോൾ നീച്ചും ഉമ്മാനെ ഡൈനിങ് ഹാൾ കടത്തിക്കാണ്, എന്താ കാട്ടേണ്ടത് ചോദിച്ചു. എന്താ അതിന് ഉത്തരം പറയാം. നേരത്തെ റൈമാക്കാറിന് രദ്ദും പറഞ്ഞിട്ട് ആസ്വദിപ്പിക്കുക ഒരാളെ. അതാലോചിച്ച് എൻ്റെ കുട്ടി പുറങ്ങുകയാണ്, എപ്പോൾ എണീക്കും, ഞാൻ എന്താ കാട്ടേണ്ടത് ചോദിച്ചിട്ട്. ആ കുട്ടി ഓൾ ഇന്നലെ യാത്രയാക്കി, അമ്മ നാളെ മദ്രസയിലെ പരിപാടിൻ്റെ ഉമ്മച്ചി എന്തായാലും വരണം, ഉമ്മച്ചി വന്നിട്ട് ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെയാണ് സഹോദരന്മാരെ ആ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ. ഇതാണ് ഇപ്പോൾ ആ ഉമ്മല്ലാത്ത കുട്ടി, ഞാൻ ആ ഉമ്മല്ലാതെ വളരണം. മാഷക്ക് ചിലപ്പോൾ ഭാര്യനെ കിട്ടും ഈ കാര്യം എവിടെയെങ്കിലും. പക്ഷേ ഏത് മാർക്കറ്റിലെ സഹോദരന്മാർ ഉമ്മാനെ വിൽക്കാൻ വെച്ച് ആലോചിച്ചേക്ക്. ഒരു ഉമ്മാനെ വിൽക്കാനോ വാപ്പാനെ വിൽക്കാൻ വെച്ചാൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞെന്താ ഉപ്പല്ലാത്ത കുട്ടീൻ്റെ വേദന നമുക്ക് അറിയില്ല. ഏതായാലും നമ്മളെ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും നല്ല ഈമാൻ കിട്ടി മുസ്ലിമായിട്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നൽകുമാറാവട്ടെ. ബിസ്മിയുടെ ഈ പ്രവർത്തനത്തിൽ മരണം വരെ തുടരുവാൻ നമുക്ക് അള്ളാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.